അമേരിക്കയിൽ നിന്നും ഇന്ന് വരുന്ന വാർത്തകൾ വളരെ ആശങ്കപ്പെടുത്തുന്നതാണ്. അവിടെ വലിയ രീതിയിൽ വെള്ളപ്പൊക്കമുണ്ടായി, മിന്നൽ പ്രളയമുണ്ടായി. അതിൽ 20-ലധികം പേർ മരിച്ചു എന്നാണ് അവസാനം വരുന്ന വിവരം. അതോടൊപ്പം തന്നെ നമ്മെ ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു കാര്യം, നമ്മുടെ മുഖ്യമന്ത്രി അമേരിക്കയിൽ ചികിത്സയ്ക്കായി ഉണ്ട്. അദ്ദേഹം ഇനി തിരിച്ചു വരേണ്ടി വരുമോ? ഒരു വലിയ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് ഈ വിഷയം. ചിരിക്കാനും ചിന്തിക്കാനും ഒരുപോലെ വക നൽകുന്ന, അതേസമയം നമ്മുടെ കണ്ണ് നനയിക്കുന്ന, ആ, എന്താ പറയുക, ഹൃദയം നുറുങ്ങുന്ന വാർത്തകളാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്. പക്ഷേ സോഷ്യൽ മീഡിയയിലെ ട്രോളന്മാർക്ക് അതൊന്നും ഒരു വിഷയമേ അല്ല. അവർ ട്രോളുന്നത് മാൻഡ്രേക്ക് വിമാനം കയറി അമേരിക്ക മുങ്ങി എന്നാണ്. അമേരിക്കയിലെ ടെക്സാസ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വെള്ളപ്പൊക്കം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അമേരിക്കയിൽ നമുക്കറിയാം, നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് അമേരിക്കയിലേക്ക് പോകുന്നതെന്നാണ് പുറത്തു വരുന്ന വിവരം. അദ്ദേഹം മുമ്പും അമേരിക്കയിൽ പോയിരുന്നു. അപ്പോഴും അവിടെ പ്രളയമുണ്ടായിട്ടുണ്ട്, കനത്ത മഴ പെയ്തു, അവിടെ വെള്ളപ്പൊക്കമുണ്ടായി. ഇത് അദ്ദേഹം പോയ സ്ഥലത്തല്ല, പക്ഷേ അമേരിക്ക എന്ന രാജ്യത്ത് മറ്റൊരു ഭാഗത്ത് ആണ് ഇതൊക്കെ സംഭവിച്ചത്. അന്നും ഇതുപോലെ ട്രോളന്മാർ പറഞ്ഞിരുന്നു, മാൻഡ്രേക്ക് കേരളത്തിൽ നിന്ന് അമേരിക്കയിലേക്ക് ചെന്നു, അമേരിക്ക മുടിഞ്ഞു എന്നൊക്കെയാണ്. അന്ന് മാത്രമല്ല, ഇടയ്ക്ക് ഈ പിണറായി വിജയൻ ചെന്ന സമയത്ത് അവിടെ വലിയ സാമ്പത്തിക പ്രതിസന്ധി അമേരിക്ക പെട്ടെന്ന് അഭിമുഖീകരിച്ച ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ട്രോളന്മാർക്ക് നല്ല വിഷയങ്ങളാണ്, ട്രോളാൻ. പക്ഷേ അമേരിക്കയിൽ നിന്ന് വരുന്ന വാർത്ത കണ്ണ് നനയിക്കുന്നതാണ്. അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഈ ടെക്സാസിലെ ഗ്വാഡാലൂപ്പ് എന്ന് പറയുന്ന ഒരു നദിയുണ്ട്. ആ നദിയുടെ കരയിൽ ഒരു സമ്മർ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഒരു സമ്മർ ക്യാമ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, വേനൽക്കാല ക്യാമ്പാണ്, കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് അതോടൊപ്പം തന്നെ അതിനു മുമ്പ് ഈ അമേരിക്കയുടെ പ്രശ്നമാണോ പിണറായിയുടെ പ്രശ്നമാണോ? പിണറായി അമേരിക്കയിൽ എത്തുമ്പോൾ മുഴുവൻ അവിടെ വെള്ളപ്പൊക്കം വരികയാണ്. ഇത് ആരെ പ്രശ്നമാണ്? അത് നമുക്ക് ഈ യുക്തിവാദികൾക്കൊക്കെ വിട്ടുകൊടുക്കാം. അവർ അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. അവരാണല്ലോ ഇത്തരം കാര്യങ്ങൾ ഗവേഷണം നടത്താൻ മിടുക്കർ. ഇതിപ്പോൾ ഒരു ഗവേഷണ വിഷയം തന്നെ ആയിട്ട്. നമ്മുടെ നാട്ടിലൊക്കെ പരമ്പരാഗതമായിട്ടൊരു ചൊല്ലുണ്ട്, പാവി ചെല്ലുന്നിടം പാതാളം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ചില ചൊല്ലുകൾ, പഴഞ്ചൊല്ലുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അന്ധവിശ്വാസമാണ് എന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാം. പക്ഷേ ഞാൻ പറയുന്ന അതിൻ്റെ ഒരു സാങ്കത്യം, അതിനെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്നുള്ളത് അവർ അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. എന്തായാലും തുടരെ ഇങ്ങനെ ഇദ്ദേഹം ചെല്ലുമ്പോഴെല്ലാം അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അവിടെ ഈ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ഒരു ആകസ്മികമോ യാദൃശ്ചികതയോ ഒന്നുമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതവിടെ നിൽക്കട്ടെ. ഈ അമേരിക്കയിൽ സംഭവിച്ചിരിക്കുന്നത് വേനൽക്കാല ക്യാമ്പാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഈ വേനൽക്കാലത്ത് ഇങ്ങനെ മിന്നൽ പ്രളയം ഉണ്ടാകുന്നത് ചരിത്രത്തിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നമ്മുടെ നാട്ടിലും വേനൽക്കാലത്ത് വേനൽ മഴ ലഭിക്കാറുണ്ട്, നല്ല മഴ കിട്ടാറുണ്ട്. പക്ഷെ അതൊരു ദുരന്തമായി മാറുന്ന, നമ്മൾ സാധാരണ ഇടവപ്പാതി, തുലാവർഷം, ആ സമയത്തൊക്കെ നമ്മുടെ നാട്ടിൽ വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്, ആൾക്കാർ മരിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുമുണ്ട്. പക്ഷേ ഈ വേനൽക്കാലത്ത് ഇങ്ങനെ പെട്ടെന്ന് വലിയ രീതിയിൽ കനത്ത മഴ പെയ്യുക, ഒരു നദി കരകവിഞ്ഞൊഴുകുക, അതിൻ്റെ തീരങ്ങളെ മുഴുവനും എന്താ പറയുക, വെള്ളപ്പൊക്കത്തിൽ ആഴ്ത്തുക, ഇതൊക്കെ നമ്മൾ എവിടെയെങ്കിലും നേരത്തെ കേട്ടിട്ടുണ്ട്. എനിക്കിത് ആദ്യത്തെ അനുഭവമായിട്ടാണ് തോന്നുന്നത്. പക്ഷെ അങ്ങനെ ഈ പറയുന്ന ഈ ഗ്വാഡാലൂപ്പ് നദിയുടെ കരകൾ, നദി കരകവിഞ്ഞൊഴുകി വലിയ വെള്ളപ്പൊക്കം നടക്കുകയാണ്. ഈ നദിക്കരയിൽ നടന്ന ക്യാമ്പാണിത്. ഏതാണ്ട് 750 കുട്ടികൾ അതിൽ പങ്കെടുത്തിരുന്നു എന്നാണ്. ഇപ്പോൾ 24 പേരുടെ മരണമാണ് ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 100-ലധികം രക്ഷാപ്രവർത്തകർ അവിടെ ഉണ്ട്. അതായത് ഈ US കോസ്റ്റ് ഗാർഡിൻ്റെയും ഫെഡറൽ എമർജൻസി മാനേജ്മെൻറ്റ് ഏജൻസിയുടെയും സന്നദ്ധ ഭടന്മാരാണ് അവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഈ കുട്ടികളുടെ മരിച്ച ആദ്യം 13 മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. 24 പേരെ കാണാനില്ല എന്നായിരുന്നു വിവരം. അതിൽ ഇപ്പോൾ 13 പേരിൽ കൂടുതലും പെൺകുട്ടികളാണ് മരിച്ചിരിക്കുന്നത്. അതുപോലെ കാണാതായതിലും കൂടുതലും പെൺകുട്ടികളാണ് എന്ന വിവരമാണ് നമുക്ക് ലഭിച്ചത്. ഇപ്പോൾ അത് മരണം 24-ലെത്തിയിരിക്കുന്നു. ഈ കാണാതായവരുടെ എണ്ണം എത്രയാണെന്ന് ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. എന്തായാലും ഈ US ഗവൺമെൻറ് നൽകുന്നത്, ഞങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുക്കാൻ പറ്റിയില്ല. കാരണം മുന്നറിയിപ്പിൻ്റെ യാതൊരു സൂചനകളും അവിടെ ഇല്ലായിരുന്നു.
ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു സൂചന ലഭിക്കണ്ടേ? അങ്ങനെ ഒരു സൂചനയും ലഭിക്കാൻ പറ്റുന്ന അതെന്തായാലും ഒരു കാലാവസ്ഥ ഞെട്ടിക്കുന്ന സംഭവമാണ് അല്ലേ? അമേരിക്ക പോലെ അമേരിക്ക ഇത്രയും സാങ്കേതിക ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. വിദ്യ ഉള്ള തീർച്ചയായും ഒരു രാജ്യത്ത് അവർ എന്തുകൊണ്ട് ഇങ്ങനെ കാരണം അവർ സംഭവിച്ചു? ഇത്രയും സാങ്കേതിക വിദ്യ വളർന്ന ഒരു രാഷ്ട്രത്തിൽ, ഇത്രയും പുരോഗതി നേടിയ ഒരു രാഷ്ട്രത്തിൽ അവർക്ക് കാലാവസ്ഥാ വ്യതിയാനം പ്രവചിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അത് കനത്ത തിരിച്ചടിയാണ് അവരെ സംബന്ധിച്ച്. അതാണ് ഈ ട്രോളന്മാർ മാൻഡ്രേക്ക് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇവിടുന്ന് വിമാനം കയറിയതേ ഉള്ളൂ അവിടെ മുങ്ങി എന്ന്. അതായത് അവിടെ ചെന്ന് കാലൂന്നണ്ട, അതിനു മുമ്പ് തന്നെ ലക്ഷ്യം വെച്ചപ്പോൾ തന്നെ അവിടെ തകർന്നു എന്ന രീതിയിലാണ് ട്രോളന്മാർ ട്രോളുന്നത്. പക്ഷെ ഇവിടെ അമേരിക്കയെ സംബന്ധിച്ച് കേരളത്തിൽ ഇത് കുറച്ച് നാളുകളായി പതിവാണല്ലോ വെള്ളപ്പൊക്കവും. അതെ, കേരളത്തിൽ നമ്മൾ കണ്ടതാണല്ലോ. 2016 അദ്ദേഹം അധികാരമേറ്റതിന് ശേഷം ഈ ആദ്യം പ്രാവിനെ പറത്തിയ ഒരു ചടങ്ങുണ്ടായിരുന്നു. ആ പ്രാവ് പറന്നു പൊങ്ങിയ പ്രാവ് ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ കത്ത് മലച്ച് താഴെ വീഴുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. അപ്പോൾ തന്നെ അത് വലിയ ദുശകുനമായിട്ട് ആൾക്കാർ അതിനെ വ്യാഖ്യാനിക്കാൻ തുടങ്ങി. നമ്മൾ ഈ ശകുനം എന്നൊക്കെ പറയുന്നത് ഈ ആധുനിക കാലത്ത് ആൾക്കാരധികം വിശ്വസിക്കുന്ന ഒരു കാര്യമല്ല. നമ്മൾ അവിടെ നിന്നൊക്കെ വളരെ മുന്നോട്ട് പോയി പുരോഗതി നേടി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അന്ന് അതൊരു ദുശകുനമായിട്ട് തന്നെ കേരളത്തിലെ ജനങ്ങൾ അതിനെ കണ്ടു. തൊട്ടുപുറകെ 2018 ആയപ്പോഴത്തേക്കും വലിയ പ്രളയം നമ്മുടെ നാട്ടിലുണ്ടായി. 2019 അത് ആവർത്തിച്ചു. ഈ സംഭവങ്ങൾ കേൾക്കുമ്പോൾ ഏത് യുക്തിവാദിയാലും ഒന്ന് ഇരുത്തി ചിന്തിക്കുമല്ലേ? അതെ, അല്ല, അതിന് മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പോയിട്ടുണ്ടല്ലോ ഇപ്പോൾ. ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പോയിരിക്കുന്നു. അതുപോലെ അദ്ദേഹം ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ സന്ദർശിക്കുന്നുണ്ട്. എവിടെയെങ്കിലും ഒരു പല്ലിക്കുഞ്ഞെങ്കിലും ചാകുന്ന വാർത്ത നമ്മൾ കേട്ടോ? സാധാരണ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷേ ഈ പറയുന്ന ഏതെങ്കിലും പ്രകൃതി ദുരന്തം, ഒരു മരച്ചില്ലയെങ്കിലും ഒടിഞ്ഞു വീണതായിട്ട് നമ്മളാരും അറിഞ്ഞിട്ടില്ല. ഈ നരേന്ദ്രമോദി മാത്രമല്ല, മുമ്പും ഇവിടുന്ന് പലരും പലയിടത്തും പോയിട്ടുണ്ട്. അന്നൊന്നും ഇതൊന്നും ഇങ്ങനത്തെ വാർത്തകളൊന്നും നമ്മൾ കേട്ടിട്ടില്ല. ഇപ്പോൾ അന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാത്തതാണോ? അല്ല, വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാത്തതായിരിക്കില്ല. ഇപ്പം നരേന്ദ്രമോദിയെ പോലെ ഒരാൾ പോകുമ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടും അവിടെ. കാരണം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു മാധ്യമ വിഭാഗം ഉണ്ടാകും. അപ്പോൾ അവർ ഇത്തരം വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യും. ഇല്ലെങ്കിൽ ഇന്ന് ഈ വിവരാവകാശമൊക്കെ ഇത്രയും എന്താ പറയുക, ഈ വിവര സാങ്കേതിക വിദ്യയൊക്കെ ഇത്രയും വളരെ വികസിച്ച് നിൽക്കുന്ന ഒരു കാലത്ത് ഇതൊന്നും ആർക്കും ഒളിച്ചു വെക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഇതെല്ലാം ആരെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച് കൊണ്ടുവരും. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ പിണറായി വിജയൻ ഒരു പിണറായി എഫക്റ്റാണ് ഇതിനകത്തുള്ളത് എങ്കിൽ അത് വലിയ കഷ്ടമാണ്. അതിനെക്കുറിച്ച് നമുക്കൊന്നും പറയാനില്ല. എന്തായാലും ഞാൻ ആ ജോലി നമ്മൾ യുക്തിവാദികളെ ഏൽപ്പിക്കാം. അവർ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. ഈ പറഞ്ഞ ഇത് അന്ധവിശ്വാസമാണോ അതോ യുക്തിസഹമാണോ, ഇങ്ങനെ എന്തെങ്കിലും പ്രതിഭാസം ലോകത്തുണ്ടോ? ചിലയിടത്ത് എന്തെല്ലാം പിന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായാലും അദ്ദേഹത്തിന്റെ ചികിത്സയൊന്നും മുടങ്ങാൻ സാധ്യതയില്ല. കാരണം നമ്മുടെ നാട്ടിൽ ഒരു ഭാഗത്ത് മെഡിക്കൽ കോളേജുകൾ ഇടിഞ്ഞു വീഴുന്നു, മരുന്നില്ല, അടിസ്ഥാന സൗകര്യമില്ല, ശസ്ത്രക്രിയ മുടങ്ങുന്നു, ഉപകരണങ്ങളില്ല, ഡോക്ടർമാർക്ക് തന്നെ തുറന്നു പറയേണ്ട സാഹചര്യം വരുന്നു. അത്തരം ബുദ്ധിമുട്ടുകൾ എവിടെ അനുഭവിക്കുന്നുണ്ട് ജനങ്ങൾ? കാരണം അല്ലെ, പക്ഷെ മുഖ്യമന്ത്രിയുടെ ചികിത്സ മുടങ്ങില്ല. അദ്ദേഹം കോടികൾ മുടക്കിയാണ് കോടികൾ മുടക്കി അദ്ദേഹത്തിന് അമേരിക്കയിൽ ചികിത്സ ഉറപ്പാക്കിയിട്ടുണ്ട്. അത് ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ നികുതി പണം അതിനുവേണ്ടി വിനിയോഗിക്കുന്നു. ധൂർത്തും ആഡംബരവും കഴിഞ്ഞാൽ പിന്നെ ആ പണം ഉപയോഗിക്കുന്നത് ഇത്തരം കാര്യങ്ങൾക്കാണ്. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയൊക്കെ ചികിത്സയ്ക്കും സുഖസൗകര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ടാണ് ആ പണം ഉപയോഗിക്കുന്നത്. രാജ്യത്ത് വികസനമൊന്നും കാര്യമായിട്ട് നടക്കുന്നുണ്ട് എന്ന്, നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട് എന്ന് പറയാൻ കഴിയില്ല. പിന്നെ ആകെ നടക്കുന്നത് ഇതുപോലെ പാവപ്പെട്ട ആൾക്കാർ, സ്വന്തം മകള് അഡ്മിറ്റായിരുന്ന മകൾക്ക് കൂട്ടിരിക്കാൻ പോയ ഒരു വീട്ടമ്മയാണ് കെട്ടിടമിടിഞ്ഞ് വീണ് ദാരുണമായിട്ട് അതിൻ്റെ അടിയിൽപ്പെട്ട് ശ്വാസം മുട്ടി പരിക്കേറ്റ് മരിച്ചത്. ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയാണ്, ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ് ഇല്ലാതായത്. അവരുടെ മകൻ ആദ്യ ശമ്പളവും വാങ്ങി അത് അമ്മയുടെ കയ്യിൽ കൊടുക്കാൻ വേണ്ടി ഓടിയെത്തിയപ്പോൾ കാണുന്നത് അമ്മയുടെ ചേതനയേറ്റ നിശ്ചലമായ ശരീരമാണ്, ജീവനില്ലാത്ത ശരീരമാണ് ആ മകൻ കാണുന്നത്. ആ മകന് പകരം ഈ ഗവൺമെൻറ്, ഈ ഭരണകൂടം എന്ത് കൊടുക്കും? ഇതാരുടെ അനാസ്ഥ? അപ്പുറത്ത് 8 നിലയുള്ള കെട്ടിടം പൊക്കി കെട്ടി സർവ്വസന്നാഹങ്ങളുമായിട്ട് ഇട്ടിരിക്കുകയാണ്. ആർക്ക് വേണ്ടിയിട്ടാണ് ഈ കെട്ടിടം തുറന്നു കൊടുക്കാതെ ഇങ്ങനെ പൂട്ടിക്കെട്ടി ഇട്ടിരിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്? ഇതിനൊക്കെ ഈ ഗവൺമെൻറ് മറുപടി പറയേണ്ടി വരും. ജനങ്ങൾ ഇതിനെല്ലാം ഈ ഭരണകൂടത്തിനെ കൊണ്ട് മറുപടി പറയിക്കും എന്ന് തീർച്ചയാണ്. അതുവരെ ഈ പറയുന്നത് പോലെ ട്രോളന്മാർ ട്രോളുന്നത് പോലെ മാൻഡ്രേക്ക് എഫക്റ്റൊക്കെ ആണെങ്കിലും മുഖ്യമന്ത്രി അവിടെ പോയി ചികിത്സ നേടട്ടെ. അദ്ദേഹം സുഖമായിട്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ അസുഖങ്ങളും ഭേദമായി തിരിച്ചു വരട്ടെ.